നമസ്കാരം. ജന്മഭൂമി ഓൺലൈനിൻ്റെ വർത്തമാനം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത കെ സുരേന്ദ്രൻ, BJPയുടെ സമുന്നത നേതാവ്, അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. 4 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഡാ ഫൈറ്റർ എന്ന് വിളിച്ച കെ സുരേന്ദ്രൻ ഇന്നും ആ സ്പിരിറ്റിൽ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പാർട്ടിയിലെ ഏത് പദവി നൽകിയാലും ആ പദവിയല്ല തൻ്റെ ദൗത്യം, ആ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കം ഇത് നൽകുന്നത്, ഇതിന് തക്ക സ്പിരിറ്റ് അതെന്താണ്? അല്ല, അതിപ്പോൾ നമ്മൾ ഒരു സാധാരണ പ്രവർത്തകരുണ്ടല്ലോ ലക്ഷക്കണക്കിന് വരുന്നത്, അതിലൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് ചുമതല വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമതല കിട്ടിയാലേ പ്രവർത്തിക്കുമെന്നോ അങ്ങനെ ശീലമല്ല. നമ്മളുടെ ചെറുപ്പം മുതലേ ശീലിച്ചതാണ്. നമ്മളിപ്പോൾ വിദ്യാർത്ഥി പരിഷത്തിലായിരുന്നാലും സംഘത്തിൻ്റെ ശാഖയിൽ പോകുമ്പോഴായിരുന്നാലും അത് കഴിഞ്ഞ് യുവമോർച്ചയിലൊരു പ്രവർത്തനമായിരിക്കുമ്പോഴൊന്നും എന്തെങ്കിലും ഒരു പദവി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇതിന് വരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പദവികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു കോസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ നമ്മൾ ഒരു വളർന്നു വരുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ലേ. ബാക്കി സ്റ്റേറ്റിലൊക്കെ വിജയിക്കുന്നവർ വളരെ സന്തോഷത്തോടു കൂടി വിജയിക്കുന്ന, ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളെ സ്റ്റേറ്റ് അത്ര ഇത് എന്താ പറയുക, ഒരു ഐഡിയോളജിക്കലി ക്രിട്ടിക്കൽ സ്റ്റേറ്റാണ്. നമ്മൾ ആരോടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഒരു വശത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ UP-യിൽ ജയിക്കുന്നു അല്ലെങ്കിൽ ബീഹാറിൽ ജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയല്ല കേരളത്തിൽ നമ്മളൊരു ആജീവനാന്ത സമരമാണ്. ഒരു ശാഖ തുടങ്ങണമെങ്കിൽ, ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ, ഒരു കൊടി ഉയർത്തണമെങ്കിൽ, ഒരു ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ സമരം ചെയ്യേണ്ടി വരുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു തീഷ്ണത എല്ലാ പ്രവർത്തകർക്കും കിട്ടുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ മുഴുവൻ റാങ്ക് ആൻഡ് ഫയലിലും അത് സ്വാധീനിക്കും. അതാണ് കേരളത്തിലെ പ്രവർത്തകരെ എപ്പോഴും പ്രധാനമന്ത്രി അങ്ങേയറ്റം പ്രശംസിക്കും. കേരളത്തിലുണ്ടാകുന്ന ചെറിയ വിജയം പോലും അദ്ദേഹത്തിന് വളരെ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് വലിയൊരു നൽകുന്നുണ്ട്. അപ്പോൾ അതിനെ ആ നിലയിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും പാർട്ടിയുടെ ദൗത്യം, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തിനാണ് അത് താങ്കൾ? അല്ല, ഇപ്പോൾ ഞാൻ 5 വർഷം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിട്ട് ഇപ്പോൾ 6-7 മാസമായി. ഇപ്പോൾ നിലവിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു ചുമതലയില്ല. പക്ഷേ ഒരു മിഷനുണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട്. ഒരു ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു മുൻ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിന് വേറെ പദവികളൊന്നുമില്ല. പക്ഷേ ഞങ്ങളെല്ലാം ഒരു ടീമാണ്, ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഞാൻ കസേര ഒഴിഞ്ഞു, പുതിയ അധ്യക്ഷൻ രാജീവ് ജി വന്നു. ആ ടീമിലുള്ളവർ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. കുറച്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറി. ഒരു ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടാവും, കുറച്ച് പുതിയ ആൾക്കാരെ എടുത്തിട്ടുണ്ടാവും. ഇതല്ലാതെ ടീം മാറുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് ഒരു പുതിയ ജനറേഷൻ BJP-യിൽ വന്നതിന് ശേഷം നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു 20 years ഒരു ടീമിനെയാണ്. ആ ടീമിൽ നിന്ന് ഒരു 3-4 പേരെ ഒരു വർഷം കൊഴിയുന്നു, അല്ല ഒരു ടേമിൽ കൊഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 10-20 വർഷം ഒരുപോലെ പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ ടീമുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഈ നമ്മുടെ ചന്ദ്രശേഖർ, അദ്ദേഹത്തെക്കുറിച്ച് യുവതുർക്കി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെ പാർലമെൻറ്റിൽ പോലും അദ്ദേഹം ആ സ്പിരിറ്റായിരുന്നു. അദ്ദേഹം നടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ എന്തോ പാർലമെൻറ്റിൽ ഇപ്പം എന്തോ പുതിയ എന്തോ സംഭവിക്കാൻ പോകുന്നുള്ളൊരു പ്രതീതിയുണ്ട്. അതൊരു സിംഹം വരുന്നൊരു ഈ സ്പിരിറ്റ് യുവമോർച്ച കാലത്ത് അതിനു മുമ്പും ഒക്കെ സുരേന്ദ്രൻ കാണിച്ചിരുന്ന അതേ സ്പിരിറ്റ് ഇപ്പോഴും ഇന്നത്തെ പത്രസമ്മേളനം തന്നെ ഞാൻ പറയുന്നത്, അതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ, കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിൽ ഒക്കെ കാണിക്കുന്ന ഒരു ആർജവമുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുവാനുള്ള സുരേന്ദ്രനെ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു അഭിമാനവും. അല്ല, അതിന് കാരണം നമ്മുടെ അനുഭവങ്ങളാണ്. ഞാനൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങേറ്റത്തെ അവഗണനയായില്ലേ മീഡിയ എല്ലാം. ഓർമ്മയുണ്ടാവുമല്ലോ, ഞങ്ങളൊക്കെ ഇപ്പോൾ MT രമേശ് ആയാലും കൃഷ്ണദാസ് ആയാലും ഞാനൊക്കെ ആയാലും ആ കാലത്ത് ആരാണ് യുവമോർച്ച എന്ന് പറഞ്ഞാൽ ആരാണ് ഗൗനിക്കാൻ പോകുന്നത്? അങ്ങനെ അവഗണിച്ച് 10,000-കണക്കിന് പ്രവർത്തകരുണ്ട് നമ്മുടെ കൂടെ. പക്ഷെ അവരെന്ത് ചെയ്താലും അതൊന്നൊരു വാർത്തയാവുന്നില്ല, ഈ രേഖയിൽ വരുന്നില്ല, മാധ്യമങ്ങളെ കണ്ണിൽ പോലും വരുന്നില്ല. ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഈ രീതിയിലല്ല പോകേണ്ടത്. SFI, DYFIയും യൂത്ത് കോൺഗ്രസ്സൊക്കെ അവരുടെ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട്, പവർ കൊണ്ട് നിൽക്കുന്നവരാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ധൈര്യത്തിൽ പുറത്തിറങ്ങി വരാനില്ലാത്ത കാലത്ത് നമ്മൾ തീരുമാനിച്ചു കുറച്ച് ചെറുപ്പക്കാർ ഫൈറ്റ് ചെയ്യണം എല്ലാ വിഷയത്തിലും. അവസാനം അവഗണനയിൽ നിന്നവർക്ക് ഞങ്ങളെ കാണേണ്ടി വന്നു. അല്ലാതെ ഞാൻ അതാണ് പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ തീഷ്ണമായ അനുഭവങ്ങളാണ് ഓരോ വളർന്നത് കേരളത്തിൽ. അന്ന് ഒരു വിഷ്വൽ മീഡിയ ഒരു സ്പേസ് നമുക്ക് തരില്ലായിരുന്നു.
പക്ഷെ നമ്മുടെ സമരങ്ങളിലൂടെ അവർക്ക് നിർബന്ധിതമാവേണ്ടി വന്നു ലൈവ് കൊടുക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട് കോവളം സമരമൊക്കെ 1.5 മണിക്കൂർ ലൈവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെ. കാരണം അത്ര തീഷ്ണമായിട്ടുള്ള അത് വെറുതെ ഒരു ഇപ്പൊ കാണിക്കുന്നത് പോലെ ഒരു ബാരിക്കേഡിന് മുമ്പിൽ വന്നിട്ട് ഒരു തള്ളലും ഒരു അന്ന് തീഷ്ണമായ സമരങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് സമരങ്ങൾ. അത് പിന്നെ ശബരിമലയിലേക്കുള്ള ചെക്ക് പോസ്റ്റ്, ഞാൻ പ്രസിഡൻ്റായി, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത് പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്, നമ്മുടെ കന്യാകുമാരിക്ക് പോകുന്നുണ്ടല്ലോ, ആ ചെക്ക് പോസ്റ്റ് നമ്മൾ പ്രവർത്തകരെ അടിച്ച് ആദ്യം ഞാൻ ചുമതല ഏറ്റെടുത്തു, പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, പറശല കഴിഞ്ഞിട്ട് അപ്പുറത്ത്. അപ്പോൾ അന്ന് മുതൽ നടത്തി നമ്മൾ എത്രയോ പ്രവർത്തകർ നടത്തിയ സമരങ്ങളുണ്ട്, 1ഉം 2ഉം അല്ല. അതിൽ ഒരുപാട് സമയത്ത് നമുക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് കാണിക്കുന്നത് ചോര പൊടിച്ചിട്ട് ടി വിയിൽ കാണിക്കുന്നതല്ല, അടി കൊണ്ടിട്ട് നമ്മൾ വീണുണ്ട്, എത്രയോ പ്രവർത്തകർ വീണിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു എടുത്തൊരു സ്പേസാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ യുവമോർച്ച എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു സമര സംഘടന എന്ന ആളുകൾ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. മീഡിയ പ്രസൻസ് ഒന്നും തരാതിരുന്ന കാലത്താണ് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ പേര് ഒരു നല്ല ടീം ആ സമയത്ത് വന്നു. അവരൊക്കെ എപ്പോഴും നിങ്ങൾക്ക് കാണാം, അതിലുള്ളവരെല്ലാം ഇന്ന് പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ്. അതുവരെ വിഷ്വൽ മീഡിയയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാലം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ BJPക്ക് സ്പേസേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ആ കാലത്ത് ഒരു കുറച്ച് ഗ്രൂപ്പ് ഇതിനായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ട് പഠിച്ച്, പിന്നെ എല്ലാ ദിവസവും ചർച്ചയിൽ ഞങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തവരായി. ഞങ്ങളെ 2-3 ചർച്ചകൾ നേരത്തെ 7 മണിക്ക് ഒരാൾ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നെ 8 മണിക്ക് വേറെ കയറണം. ഇങ്ങനെയൊക്കെ നമ്മളെ എല്ലാ ചർച്ചകളിലും എല്ലാ ചാനലുകളിലും വിളിക്കുന്ന സ്ഥിതി. BJPക്ക് ഒരു സ്പേസ് കിട്ടി. കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസിന് വലിയ പരാതിയുണ്ട്, എന്തിനാണ് ഇവരെ വിളിക്കുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് സോളാർ സമരകാലത്ത് രാവിലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളുമാണ് ഉച്ചയ്ക്ക് ശേഷം അവർ പ്രധാന പ്രതിപക്ഷമാണ് അവർ പറയുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും, പോലീസിൽ നിന്നാവട്ടെ, മീഡിയയിൽ നിന്നാവട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നാവട്ടെ. കാരണം നമ്മൾ എന്തെങ്കിലും കേട്ടാൽ അത് മറച്ചു വെക്കില്ല, നമ്മൾ ധൈര്യപൂർവ്വം അത് പറയും എന്നുള്ളതുകൊണ്ട് നമ്മളെ വിളിച്ച ആൾക്കാർ പറയൽ. അപ്പം അങ്ങനെ ഒരു വിഷ്വൽ മീഡിയ പ്രസൻസ്, ഒരു മീഡിയ പ്രസൻസ്, സമരങ്ങളിൽ നമ്മുടെ ഒരു തീഷ്ണമായിട്ടുള്ളത്, ഇതൊക്കെ നമ്മളെ പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് ഒരു ടീം വർക്കിൻ്റെ വിജയം. അത് ഈ ടീം വർക്ക് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വർഗീയ KG മാരാർജി അദ്ദേഹത്തിന്റെ കാലം മുതൽ തുടങ്ങി വെച്ച ഇപ്പോൾ വികസനം എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു അജണ്ട, അതെ, ആ അജണ്ടയുടെ തുടർച്ച ഓരോ കാലത്ത് പുതിയ ആൾക്കാർ വരുമ്പോൾ ആവിഷ്കരിക്കുന്ന രീതിയോ നടപ്പിലാക്കുന്ന രീതിയിൽ വ്യത്യാസം, കൊഹറൻസ് ഉണ്ട്, ഒരു തുടർച്ചയാണ്. ആ തുടർച്ച അപ്പോൾ നിങ്ങളൊക്കെ കൊടുത്ത ചോരയുടെയും വിയർപ്പിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിജയം. അല്ല, ശരിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അങ്ങനെയാണ് ഒരു തുടർച്ച. അത് BJPക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേകത. കാരണം വെച്ചാൽ BJP ഒരു കൃത്യമായൊരു സമയത്ത് ചേഞ്ച് ആവും. 3 വർഷം കഴിയും പ്രസിഡന്റ് ആവും, മാക്സിമം പോയാൽ 6 വർഷം കിട്ടും, അല്ലെങ്കിൽ 5 വർഷം കിട്ടും. അതുകൊണ്ട് BJPക്ക് അകത്ത് ആർക്കും അത്തരം ആശങ്കകളില്ല. പ്രസിഡന്റ് അതെ, തുടരാന്നുള്ള ആശങ്കകൾ. പ്രസിഡന്റായി ഇനി അത് അന്തിമമായ പദവിയായിരിക്കുന്നില്ല. മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. ഇപ്പം കേന്ദ്രത്തിൽ തന്നെ മന്ത്രിമാരായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, മന്ത്രിമാർക്കെല്ലാം ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ 2 അവസരം കൊടുക്കും, കുറച്ച് സീനിയർ മന്ത്രിമാർ ഒഴിച്ച്. ഇപ്പോൾ മോദിജിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ, അപ്പോൾ എല്ലാവർക്കും അവസരം കൊടുക്കുക, അതാണ് BJPയുടെ ഒരു പ്രത്യേകത. ആ പ്രത്യേകതയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 13 പ്രസിഡന്റുമാരായി കേരളത്തിൽ. മാരാർജിയുടെ കാലത്ത് നമുക്കെല്ലാം അറിയാമല്ലോ, ഞാൻ മാരാർജിയെ നേരിൽ എത്ര തവണ കണ്ടിട്ടുള്ള ആളാണ്. പത്ര പ്രസ്താവന എഴുതിയിട്ട് അത് കൊണ്ടുപോകും. അതേ മാതൃക ഞാനൊക്കെ അന്ന് വിദ്യാർത്ഥി പരിഷത്ത് കോഴിക്കോട് ഓഫീസിലാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ സ്വദേശി ജയൻ GB മുരളിയേട്ടൻ, TH വത്സരാജ്, ഇവർക്കൊക്കെ അറിയാം. ഞങ്ങൾ രാത്രി ഒരു ഗ്യാങ് തന്നെ ആ ചെറിയൊരു ഓഫീസുണ്ട്, അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത്, അന്ന് സൈക്ലോ സ്റ്റൈലാണ് ഇത് എഴുതിയിട്ട്, ഓർമ്മയില്ല, പത്രപ്രസ്താവന എഴുതുക. നേതാവ് വന്ന് പ്രസംഗിച്ച് പോയി, മുരളിയേട്ടൻ അവിടെ സംസാരിച്ചു, അല്ലെങ്കിൽ ആ രാജൻ പി കുളങ്ങൾ സംസാരിച്ചു, വത്സരാജ് സംസാരിച്ചു. ഇത് എഴുതിണ്ട നമ്മൾ ഈ സാധനം ചെയ്യിപ്പിക്കുന്നത് സൈക്ലോ സ്റ്റൈൽ ചെയ്തിട്ട് നടന്നു പോകണം മാതൃഭൂമി. എനിക്ക് ഓർമ്മയുണ്ട് മനോരമയിലെ പിന്നെ ദാമോദരേട്ടനൊക്കെ ഒരു പഴയ അറിയാമല്ലോ, P ദാമോദരേട്ടനൊക്കെ. നമ്മളൊരു സാധനം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധനം വെട്ടാതെ പിറ്റേ ദിവസം പത്രത്തിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മളതിന് അങ്ങനത്തെ ആൾക്കാർ അത് എഴുതി അസലായിട്ട്. അപ്പം ഇത് മാരാർജിയൊക്കെ തുടങ്ങി വെച്ചതാണ്. ഇന്നിപ്പോൾ വലിയ പബ്ലിക് മീറ്റിങ്ങുകളൊക്കെ കുറഞ്ഞെങ്കിലും അന്നും പത്രത്തിലൂടെയാണ് എല്ലാം അറിയുന്നത്. അപ്പോൾ പത്രമായി, അത് പിന്നീട് വിഷ്വൽ മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയയായി. ഒരു മേഖലയിലും നമ്മൾ കൈവെക്കാതിരുന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് മോദിജി സോഷ്യൽ മീഡിയ കാര്യമായിട്ട് തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് തുടങ്ങി. ആ ഒരു മോദിജിയുടെ ഒരു സോഷ്യൽ മീഡിയ ഒരു 13-12 കാലത്ത് തുടങ്ങിയല്ലോ. ആ സമയത്താണ് ഞാനൊക്കെ ഇതിൽ ആക്റ്റീവ് ആവുന്നത്.
അന്ന് ഇതിൻ്റെ സാധ്യത നല്ല രീതിയിൽ നമുക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ട്. കാരണം നമ്മൾ തുറന്നു പറയുന്നതുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് എതിർക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സാധനം ഇട്ടാൽ അതൊരു വാലിഡ് സാധനമാണെങ്കിൽ അതിന് ജനങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്ന ആൾക്കാരത് വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റിനെ പറ്റി എല്ലാത്തിനെ പറ്റി നമ്മൾ നന്നായിട്ട് അപ്പോൾ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നേടിയിട്ടുള്ള എല്ലാ വിജയങ്ങളും ഇതുപോലെ ഒരുപാട് പേര് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2024 നമുക്കൊരു MP കിട്ടി. ആരും വിചാരിക്കുക കേരളത്തിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. 25 നമുക്കൊരു മേയറും ഡെപ്യൂട്ടി മേയറും കിട്ടി. അതുകൊണ്ട് ഇപ്പം ബോധ്യമായി ജനങ്ങൾക്ക് ജയിക്കും ഈ പാർട്ടി. അതിൻ്റെ ഒരു റിസൾട്ട് 26 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് ചോദ്യം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടി ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അതിൻ്റെ ഒരു പോക്കിൽ അതിൻ്റെ ഒരു ഗതി വികസനം എന്ന അജണ്ട തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു വികസിത കേരളം എന്നുള്ളത് ഒരു വർഷങ്ങളായിട്ട് നമ്മളൊരു വെച്ചൊരു അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, അതിപ്പോൾ UDF ആവട്ടെ LDF ആവട്ടെ, അവരുടെ സമാനമായ നിലപാടുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ വികസിത കേരളം മാത്രം പറയുകയല്ല. അവർക്കെതിരെ ശക്തമായിട്ട് നിലപാട് വ്യത്യാസം ഞങ്ങൾ മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടും ഒന്നാണ്. ഇപ്പം സ്വർണ്ണക്കൊള്ളയിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ കടകംപള്ളിയെയും പിണറായി വിജയനെയും കുറിച്ച് മാത്രമല്ലല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നത് അതിനപ്പുറത്ത് കോൺഗ്രസിന് ഇത് എന്ത് പറയാൻ എന്താ അധികാരമുള്ളത്? ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടക്കം വിഷയങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് മൂന്നാമത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മളിപ്പോൾ. 1ഉം 2ഉം കക്ഷികൾ വേറെയാണ്. അപ്പോൾ മൂന്നാമത് നിൽക്കുന്ന ഒരു കക്ഷിയാകുമ്പോൾ കുറേ കൂടി ജാഗ്രത വേണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുമ്പോൾ പ്രയോജനം ഓട്ടോമാറ്റിക്കലായിട്ട് പ്രിൻസിപ്പൽ ഓപ്പോസിഷനാണ് പോവുക. അവിടെ BJPക്ക് സ്പേസ് കിട്ടണം. BJPക്ക് അല്ല സ്പേസ് കിട്ടണം. കാരണം സത്യത്തിൻ്റെ പക്ഷത്ത് BJP ആണ്. ഇപ്പോൾ ശബരിമല എന്ന് പറഞ്ഞ ഒരു കോർ ഇഷ്യൂ ആണ് BJP. ചിലർ ചോദിക്കും നിങ്ങൾ ഇത്തവണ അധികം സമരങ്ങൾ എന്തിന്? നമ്മുടെ ഇഷ്യൂ ആണത്. എത്രയോ വർഷമായിട്ട് ദേവസ്വം രാഷ്ട്രീയ വിമുക്തമാക്കണം. ശബരിമലയിൽ ഒരു പ്രശ്നം വന്ന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇഷ്യൂ ആണ് കോർ ഇഷ്യൂ. നമ്മുടെ ഇഷ്യൂ ആണ്. കുമ്മനത്തിൻ്റെ കാലം മുതൽ നമുക്ക് നോക്കിയാൽ അറിയാം. ശബരിമല നമ്മുടെ കോർ ഇഷ്യൂ ആണ്. അതിൽ ആർക്കും നിങ്ങളോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും വന്നിട്ടോ ഒരാളെ നമ്മളെ വിമർശിക്കാനുള്ള അധികാരമില്ല. നമ്മുടെ ഇഷ്യൂ ആണത്. പക്ഷെ പ്രശ്നം എവിടെയാണ്? നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. അത് നാച്ചുറലി ഇതിനെതിരായിട്ടുള്ള വികാരം UDFന് പോകുന്നു. 2019 അതാണല്ലോ കണ്ടത്. 10,000 ആളുകൾ ജയിലിൽ കിടന്നല്ലോ നമ്മൾ. എത്രയോ പേര്. നേതാക്കളുടെ കേസല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കേസുണ്ട്. അത് ലീവ് ഇട്ട്. കാരണം നമ്മളതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഒന്നും അറിയാത്ത അമ്മമാരെ വരെ പേര് കേസെടുത്തു. കോൺഗ്രസ് ഒരു അക്ഷരം ചെയ്തില്ല, ഒരു കാര്യം അവർ ചെയ്തില്ല. പത്തനംതിട്ടത്തേക്ക് അപ്പുറത്ത് അവർ പോയതില്ല. ഞാനിത് പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. വെറും ഒരു പത്തനംതിട്ടയിൽ മാത്രം. പക്ഷേ ഇവരെ തോൽപ്പിക്കാൻ ജനം വോട്ട് ചെയ്യുമ്പോൾ അവർ പ്രാഥമിക പരിഗണന കൊടുത്തത് UDFനാണ്. അത് മാറണം. കാരണം അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഇത്തവണയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്നാണ്, ചുളിവിൽ രക്ഷപ്പെടാന്നാണ് അവർ വിചാരിക്കുന്നത്. അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഇൻവോൾവ്മെൻറ്റ് ചെറിയ ഇൻവോൾവ്മെൻ്റ് അല്ല. അവരുടെ സഹോദരിക്ക് ആൻറ്റിക്കിൻ്റെ വിഗ്രഹങ്ങളുടെ ബിസിനസ്സാണ്. അപ്പോൾ ഈ സംഘം ശബരിമല കൊള്ളയടിക്കുന്നതിന് മുമ്പ് ആദ്യം അവിടെ എന്തിനു പോയി? നമ്മൾ അറ്റാക്ക് ചെയ്തേ പറ്റിയുള്ളൂ. അതുകൊണ്ട് നമ്മളത് പറയണം. നമ്മൾ പറയുന്നു ശക്തമായിട്ട്. ഇതുപോലെ അഴിമതിയുടെ കാര്യത്തിൽ ഇവർക്ക് എന്താ വ്യത്യാസമുള്ളത്? കേരളത്തിലെ ഏത് അഴിമതിയുടെ കാര്യം നോക്കിയാൽ ഇവർ രണ്ടുപേരും തുല്യമായ കുറ്റക്കാരാണ്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി, 7 ലക്ഷം കശുവണ്ടി തൊഴിലാളികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഴിമതി, 500 കോടി രൂപയുടെ. ആ അഴിമതി കേസിൽ പ്രധാന പ്രതി കോൺഗ്രസിൻ്റെ നേതാവ് ചന്ദ്രശേഖരനാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തത് പിണറായി വിജയനാണ്. ക്ലിയർ അല്ലേ? ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് അതുമുതൽ അങ്ങോട്ടുള്ള എല്ലാ കേസുകളും നോക്കിയാലും, അത് മലബാർ സിമൻസിൽ നോക്കിയാലും, അത് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രമാദമായിട്ടുള്ള അഴിമതി കേസുകളെല്ലാം നോക്കിയാലും, ലാവ്ലിൻ കേസ്, ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസി കോൺഗ്രസ് ആണ്. തുടർന്ന് നിങ്ങളുടെ ഏത് കേസ് നിങ്ങളെടുത്തു, ഇവർ പരസ്പരം പങ്കുവെക്കാത്ത ഏത് അഴിമതി കേസ് കേരളത്തിലുണ്ട്? അപ്പോൾ അതുകൊണ്ട് UDF അത്ര ഹരിശ്ചന്ദ്രന്മാരാണെന്നുള്ളൊരു ധാരണ വേണ്ട. LDFനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ UDFനെയും നമ്മൾ ഇവരുടെ സ്വഭാവം ഇതാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് 3-ാം സ്ഥാനത്ത് നിന്നത് ആൾക്ക് കയറി വരാൻ സാധിക്കുള്ളൂ. ഒപ്പം തന്നെ ഈ വികസനം എന്നുള്ളൊരു കാര്യത്തിൽ അത് തിരുവനന്തപുരത്ത് കിട്ടിയൊരു വൻ വിജയം, BJP വിജയം, അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു നിരീക്ഷണമാണ്, അത് ശരിയാവണമെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. എൻ്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം
പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗങ്ങൾ ഇവരൊക്കെ വികസനത്തെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് ശരിയാണ്. ഇത്രയും കാലം വികസനം എന്നൊക്കെ പറഞ്ഞ് ജനകീയ ആസൂത്രണം പോലുള്ള എല്ലാ പദ്ധതികളും ചെയ്തിരുന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് പുതിയ അല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചതോടെ രണ്ട് മുന്നണികളും വലിയ അങ്കലാപ്പിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ ത്രൂ ഔട്ട് കേരളത്തിലെ ജയപരാജയങ്ങളല്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി എന്തും BJPക്ക് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. ആ മെസ്സേജാണത്. അതുകൊണ്ട് അതിനെ അവർ വല്ലാതെ പിന്നെ ബേജാറാക്കിയിട്ടുണ്ട്. വികസനത്തിന് വേണ്ടി നമ്മളിപ്പോൾ പാലക്കാട് 15ാമത്തെ വർഷത്തിലേക്ക് വരികയാണ്. പന്തളം പോയി ശരിയാണ്, പക്ഷെ അവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല. 700 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നോക്കണം, പന്തളം നമ്മൾ പിടിക്കുന്നത് ശബരിമലയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഉറപ്പല്ലേ. ആ കാലത്ത് പോയി 700 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ 6 സീറ്റ് തോറ്റെങ്കിലും വെറും 700 വോട്ടിൻ്റെ കുറവേ നമുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ കൺസിസ്റ്റൻ്റായിട്ട് വിശ്വസിക്കുന്നു. ജനങ്ങൾ BJP കൊടുത്താൽ കുഴപ്പമില്ല. അത് വരുന്ന ഭാവിയിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ മോദിജി എന്താണ് ഇന്നലെ രാജേഷിന് അയച്ച കത്ത് മതി, ആ കത്ത് മാത്രം മതി. മോദിജി പറഞ്ഞൊരു കാര്യം എന്താണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയം തുറന്ന് നമ്മളെ സ്വീകരിച്ചിരിക്കണം. അത് വികസനത്തിനുള്ള ദാഹത്തിന്. നമ്മൾ 5 വർഷം കൊണ്ട് നമ്മളത് പ്രൂവ് ചെയ്യും. അതോടുകൂടി കേരളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല. ഈ വിഷയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ വിഷയം പറഞ്ഞു, നേരത്തെ പറഞ്ഞ ശരിയാണ്. ഇപ്പോൾ ശബരിമല ആയാലും കൊള്ളാം, അഴിമതിയുടെ കാര്യത്തിലായാലും ഇതിലെല്ലാം കാണിക്കുന്ന ഈ കൂട്ടുകച്ചവടം. ഈ കൂട്ടുകച്ചവടത്തിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് അതിനൊരു പോരായ്മ ഉണ്ടാവുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ല, എക്സ്പോസ് ചെയ്യും ഇത് ആളുകൾക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്. ഇപ്പോൾ ഇന്ന് വെള്ളപ്പള്ളി നടേശൻ്റെ, ബഹുമാനപ്പെട്ട വെള്ളപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഞാൻ അതിനെ നോക്കുമ്പോൾ വെള്ളപ്പള്ളി നടേശൻ ഒരു മൈക്ക് തട്ടി, ഇതൊക്കെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പക്ഷേ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് പലതും സത്യമല്ലേ. UDF ഭരണത്തിൽ വന്ന കാലത്ത് ലീഗുകാരുടെ എന്തുമാത്രം അപ്രമാദിത്വം നമ്മൾ കണ്ടവരാണ്. വിമാനത്താവളത്തിന് മുമ്പിൽ വരെ വന്ന് കൊടി ഉയർത്താൻ അവർക്ക് അതായത് അത്ര അതീവ സുരക്ഷാ മേഖലയിൽ വരെ വന്ന് കൊടി ഉയർത്തുകയാൻ ധൈര്യം കാണിച്ചൊരു പാർട്ടി ആലോചിക്കണം. അത് ഏത് വിഷയത്തിലാണ്? മറ്റൊന്ന്, മാറാടിൻ്റെ സത്യമല്ല അദ്ദേഹം പറഞ്ഞത്. ഈ AK ആൻ്റണി വരെപ്പോലുള്ള ആൾക്കാർ എത്ര വലിയ മഹാനാണെന്ന് പറഞ്ഞിട്ടും സത്യത്തിൽ മാറാട് ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടിയിട്ടുണ്ടോ? സമാധാനം ഉണ്ടാക്കാൻ നമ്മളല്ലേ പരിശ്രമിച്ചത്. ഇവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആർക്കാണ്? പാണക്കാട് തങ്ങൾക്കാണ്. ആണോ? സമാധാനം നമ്മളുണ്ടാക്കിയതാണ്. ഞാൻ കോഴിക്കോടുകാരനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തും സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ RSS അല്ലെങ്കിൽ BJP ആണ് അതിന് അത്രയും അറിയാലോ. കടപ്പുറല്ലേ, 8 പേര് ഒന്നിച്ച് മരിച്ചു വീഴുമ്പോൾ അതിനെ ആരും പ്രശംസിക്കുന്ന പോലുമില്ല. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ലീഗിനാണ്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എല്ലാവരും അവർ സമാധാനത്തിന് മാലാകന്മാരെന്നാണ് പറയുന്നത്. പക്ഷെ അവരല്ലേ ജമാഅത്തെ ഇസ്ലാമിക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ UDFൻ്റെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയണം. LDFനെ അടിച്ച് താഴെ ഇടുമ്പോൾ ചുളുവിൽ കയറിയിരിക്കാൻ UDFനെ അനുവദിച്ചാൽ കേരളം വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് തിരിച്ചാണ്. എന്താണ് അതിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ഓർമ്മപ്പെടുത്തി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് മറക്കും എല്ലാ കാര്യങ്ങളും. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരെ നിരന്തരം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ഈ അപകടകരമായ ഒരു രാഷ്ട്രീയ നിലപാടിലെ മാറ്റം ഈ LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അവർ ഹിന്ദു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ചില ആക്ഷനുകൾ മാറ്റം ഉണ്ടാകുന്നു, സമീപനങ്ങൾ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശാഭിമാനി പത്രത്തിൽ കണ്ട ഒരു ചിത്രം, യോഗ ചെയ്യുന്നു മന്ത്രി. യോഗയൊക്കെ ആദ്യം എതിർത്തിരുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാറ്റം ഇതെങ്ങനെ BJPക്ക്? അല്ല, അത് പക്ഷേ അവരെ പൊളിയേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് അവർ ഇത്തരം കപട ഹിന്ദു നിലപാടായിട്ട് വരുമ്പോഴേ ജനം ചിന്തിക്കില്ല, എന്തിനാണ് കപട ഹിന്ദുവിനെ സ്വീകരിക്കുന്നത്, ഒറിജിനൽ ഹിന്ദു സ്വീകരിച്ചപ്പോഴേ. ഇപ്പോൾ ഇവർ യോഗ ചെയ്യാൻ പോയി. അത് RSSനും ഹിന്ദു സംഘടനകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ പോകുന്നത്. ഇത്രയും കാലം യോഗേനെ കുറ്റപ്പെടുത്തിയിട്ട് അത് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വരുന്നത്. രാമായണ മാസം, ഞാനൊരു എക്സാമ്പിൾ പറയാം. രാമായണ മാസം കേരളത്തിൽ പരമേശ്വർജി ആരംഭിക്കുമ്പോൾ അത് RSSകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ RSS വേണ്ട. ഓരോ അമ്പലത്തിലും RSSൻ്റെ ഏറ്റവും വിരുദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന അമ്പലത്തിലും രാമായണ മാസം. ശരിയാണല്ലോ. ബാലഗോകുലം ഈ ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങുമ്പോൾ ആരുണ്ടായിരുന്നു?
നമ്മൾ കുറച്ച് RSS വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് RSS ഇല്ലെങ്കിലും ബാലപോലും ഇല്ലെങ്കിലും അത് നടക്കുമോ കേരളത്തിൽ? 10 കൊല്ലം മുമ്പ് ഗണേശോത്സവം മുംബൈയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലുമായി. ഞാൻ പറഞ്ഞ അവർ ഭയപ്പെടുന്നത് ഈ ഒരു ഹിന്ദു ഒരു നവോത്ഥാനം ഇവിടെ വരികയാണ് അറിയാതെ. 15-20 വർഷത്തിനിടയിൽ ഒരു 15,000 ക്ഷേത്രങ്ങൾ ചെറുതും വലുതുമായിട്ട് കേരളത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടു. അപ്പോൾ അറിയാതെ അവരെന്തുമാത്രം എതിർത്ത കാര്യങ്ങളാണെങ്കിലും അവരിപ്പോൾ ഞങ്ങളതിൻ്റെ കാവട്ടി ഇപ്പോൾ അമ്പലങ്ങളെല്ലാം ഞങ്ങൾ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാലും വിശ്വാസികൾ അവരെ വിശ്വസിക്കില്ല. ഇതൊരു ലാസ്റ്റ് ബസ്സാണ് അവരുടെ. അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി പേടിയില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം, ഭജൻസ് നിങ്ങൾ ആലോചിക്കും. വേടന്, എൻ്റെ ഒരു ചെറിയ ഉദാഹരണം, വേടൻ എന്ത് സ്വീകാര്യതയായിരുന്നു ഒരു 3 മാസം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടത്തിൽ കൂടി PFIക്കാരും കൂട്ടത്തിൽ കൂടിയപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് മനസ്സിലായി ഈ ഭജന എവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു മണൽ ഒരു തരി ഇട്ടാലെന്ന് കാണാൻ അത്ര ആയിരങ്ങൾ അത് സ്വീകരിച്ചു. ഞാനൊരു പൊളിറ്റിക്കലി പറയുന്നതല്ല, കേരളത്തിലൊരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഭരണം പിടിക്കുക എന്നുള്ളതല്ല, ഉണ്ടാവാൻ പോകുന്ന അപകടം CPMന് അറിയാം. അവർ ഐഡിയോളജിക്കലി തകരുകയാണ്. ഇപ്പോൾ PM ശ്രീ തന്നെ ഇനിയിപ്പോൾ അവർ ഏറ്റെടുത്തിട്ട് പിന്നെ മാറ്റിവെച്ചല്ലോ. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും രക്ഷിതാക്കൾക്കിടയിലും അവർക്കുണ്ടാക്കി തിരിച്ചടി ചെറുതല്ല. എത്ര നല്ല സൗകര്യങ്ങൾ കിട്ടാമായിരുന്ന ഒരവസരം ഈ വരട്ടുവാദം കാരണം ഇല്ലാതാക്കിയെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് അവർ പ്രോ ഹിന്ദു ആയി, അല്ലെങ്കിൽ കുറേ അമ്പലങ്ങളിൽ അവർ കയറിക്കൂടി അവരുടെ നിലപാട് യോഗ എടുക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ അപ്പം ഒറിജിനൽ ഹിന്ദു ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒറിജിനൽ ദേശീയവാദി ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. എന്തുമാത്രം നമ്മളെ അനുകരിക്കാൻ അവർ ശ്രമിച്ചാലും അവർ പൊളിയാന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകില്ല. എനിക്കൊരു സംശയം കൂടി തോന്നുന്നു. ഇപ്പോൾ NDA BJP എന്നുള്ളത് NDAയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോഴും ഈ നിലനിൽക്കുന്ന ചില 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, ഈ സമുദായ സംഘടനകളെന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ സർവീസ് സംഘടനകളെന്നൊക്കെ പറയാൻ പറ്റുന്ന NSS SNDP തുടങ്ങിയ ഈ സംഘടനകൾക്ക് പൂർണ്ണമായിട്ട് ഒരു മാറ്റം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമോ? എന്താണ് അതിൻ്റെ? അല്ല, ഇതിൽ സമുദായ സംഘടനകൾ ഇനിയിപ്പോൾ അത് എത്രമാത്രം ഞാൻ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സമുദായ സംഘടനകൾ ഏതുമാവട്ടെ, അത് ഹിന്ദുക്കളിൽ സമുദായ സംഘടനകളും ക്രൈസ്തവ സമുദായ സംഘടനകളുമാവട്ടെ, ഓപ്പണായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വോട്ടർമാർ അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. 2019 48% വോട്ടും 19 MPമാരുണ്ടായിരുന്നു കോൺഗ്രസ്സിന്, അല്ലേ? ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് വട്ടിയൂർക്കാവിലും കോന്നിയിലും ബൈ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ഒരു പ്രബല സമുദായ സംഘടന അവരുടെ UDFൻ്റെ 2 സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു. സാമുദായികമായിട്ട് നോക്കിയാലും അവർ ജയിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ജയിച്ചത് നേരെ തിരിച്ചാണ്. ഇത് ഞാൻ പറയുന്നത് സമുദായ സംഘടനകൾ വസ്തുതകൾ മനസ്സിലാക്കി മാനസികമായി പിന്തുണയ്ക്കുമ്പോൾ അവർ ജയിക്കും. സമുദായ സംഘടനകൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് പരസ്യമായി പറയുമ്പോൾ വോട്ടർമാർ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഇതൊരു എൻ്റെ സമുദായ സംഘടനകളുടെ ദൗത്യം വേറെയാണ്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ദൗത്യം വേറെയാണ്. നമ്മൾ ഇവരെല്ലാം സമന്വയിപ്പിച്ച് ഇവരെ ഒന്നും വിമർശിക്കാതെ പോകുന്നത് ഇവിടെ ഒരു സമരസത ആവശ്യമുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം വന്നപ്പം അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം RSSോ BJPയോ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ ഒരു 10 മടങ്ങ് മാറ്റ് വർദ്ധിക്കും. SNDP ആയാലും NSS ആയാലും പുലയ മഹാസഭയായാലും അവർ ഈ സമൂഹത്തിൽ അവർ ചെയ്യേണ്ട ജോലിക്ക് അപ്പുറത്തേക്ക് അവർ ഓപ്പൺ പൊളിറ്റിക്സ് എടുക്കും. ഇപ്പോൾ അവർ പറയുന്ന ഓപ്പൺ പൊളിറ്റിക്സ് ഇല്ലെന്ന്, അതായത് ഇന്ന സമുദായമായതുകൊണ്ട് ഇവനെ ജയിപ്പിക്കും. ഇനി മലയാളി അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പല സ്ഥലത്തും ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. സഭകൾ പരസ്യമായി പിന്തുണച്ചിട്ടും തിരിച്ചു ജയിച്ചവരുണ്ട്. എല്ലാ സമുദായ സംഘടനകളെയും സഭാ നേതൃത്വത്തെയും എതിർത്തിട്ടും ജയിച്ച, ഞാൻ ആളുകളെ ഇപ്പം മഹത്വവൽക്കരിക്കാൻ പേര് പറയുന്നില്ല, അങ്ങേക്ക് അറിയാമായിരിക്കും, ജയിച്ചവരുണ്ട്. വോട്ടർമാരുടെ മനസ്സ് വേറെയാണ്. പിന്നെ ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹം വളരെ എന്താ പറയുക മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിഭയങ്കരമായിട്ടുള്ള ഒരു മൗലികവാദ നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടില്ല. അവൻ്റെ അനുഭവങ്ങളാണ് അവനെ ഈ കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ പിന്നാലെ അധികം നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലാ ബിഷപ്പിന് അതിനൊരു ഇഷ്യൂ വന്നു. ഞാനാണല്ലോ അന്ന് പ്രസിഡന്റ്. പാലാ ബിഷപ്പിനെതിരായിട്ടുള്ള PFI അതിക്രമം വന്ന് 20 മിനിറ്റിനകം നമ്മുടെ ആൾക്കാർ അവിടെ ഓടിയെത്തി. നമ്മൾ അപ്പം തന്നെ അതിനെ ജില്ലാ മണ്ഡലം ഘടകങ്ങൾക്കെല്ലാം ഇതൊന്നും പരസ്യ പ്രസ്താവനയോടെയിലല്ല,
അവർക്ക് എവിടെയെല്ലാം ഭീഷണി വന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ വിഷയം വന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം ഹിജാബ് ആരാണ് ചെയ്തത്? ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുള്ളൂ. അല്ലാതെ ഇതൊന്നും സഭയുമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല. സഭയിലെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാരുടെ വാദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും അവർ പറയില്ല. പക്ഷേ നമ്മൾ സമാജത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാതെ പിന്തുണ കിട്ടും. ആ സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് NSS ആയാലും SNDP ആയാലും പുലയ മഹാസഭയായാലും ക്രൈസ്തവ സഭകളായാലും അവരുടെ ഒരു വിഷയം വന്നാൽ ഉള്ള ഒരു പാർട്ടി BJP ഉള്ളൂ. ഇപ്പോൾ PC ജോർജ് നമ്മുടെ പാർട്ടിയിൽ വരുന്നതിന് മുമ്പാണല്ലോ, അപ്പോഴും ഞാൻ ആണ് BJP പ്രസിഡന്റ്. അദ്ദേഹത്തെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ? ആരാ ഓടിയെത്തിയത്? ഓൺലി BJP. NSSനെതിരായിട്ട് പല ഘട്ടങ്ങളിലും കോൺഗ്രസും CPM-ഉം പരസ്യമായ നിലപാട് സ്വീകരിച്ചപ്പോൾ BJP അനുകൂലമായിട്ടാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ BJP മാത്രമാണ്. ക്രൈസ്തവ സഭകളെ അരിയും മലരും കരുതിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരാ ഉണ്ടായിരുന്നത്? കേരള കോൺഗ്രസ് മാണി പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. അപ്പോൾ സിൻസിയറായിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അവരിപ്പോൾ എതിർക്കുകയാണെങ്കിലും നമ്മൾ പോകും. നമുക്ക് സവർക്കർ പറഞ്ഞ പോലെയാണ്, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ. നിങ്ങളെല്ലാം എതിർത്താലും നമ്മൾ അതിനെ തടഞ്ഞുകൊണ്ട് പോകും. അതിനുള്ള ആർജവും ശക്തിയും കേരളത്തിലെ ഹിന്ദു സമാജത്തിനുണ്ട്, ഹിന്ദു സംഘടനകൾക്കുണ്ട്. അത് നമ്മൾ കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് ആരുടെയും മുന്നിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കേസ് പറയുന്നതിൻ്റെ തത്വം എനിക്ക് മനസ്സിലാകുന്നത്, ഈ സംഘടനാപരമായ ഒരു തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ സംഘടനകൾക്കുള്ളിലുള്ള ഓരോ വ്യക്തികൾക്കും ഇത് നേരിട്ട് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതവർ തിരിച്ചറിയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, എന്താ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്? അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കേരളത്തിൽ ആരംഭിക്കുന്നത് ഞാൻ പ്രസിഡന്റ് അറിയാലോ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ്. എന്തായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എന്നറിയോ? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞു, നിങ്ങൾ പോവേണ്ടത് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കുമാണ്, ചെറുതും വലുതുമായ എല്ലാ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലേക്കുമാണ്. സഭാ നേതൃത്വത്തൊക്കെ അവർ മുകളിൽ സംസാരിക്കും. നമ്മളെപ്പോലുള്ള ഓർഡിനറി കാര്യകർത്താക്കൾക്ക് സാധാരണ ക്രിസ്ത്യൻ സഹോദരങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവാത്തിടത്തോളം കാലം ഏത് സഭ നിങ്ങളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് വോട്ട് കിട്ടില്ല. ഔട്ട്റീച്ച് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. സ്നേഹയാത്ര അറിയാലോ, അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതിന് തെളിവാണ് 2024 നമ്മൾ. അതുകൊണ്ട് ഞങ്ങളുടെ സമീപനം അതാണ്. ഒരു സമുദായത്തോട് നമുക്ക് വിദ്വേഷമില്ല, ഒരു സമുദായത്തിന് മുമ്പിൽ നമ്മൾ അധികം മുട്ടിലിഴയാനുമില്ല. കാരണം വിശാലമായ ഒരു കാഴ്ചപ്പാട് BJP-ക്കും സംഘപ്രസ്ഥാനങ്ങൾക്കുമേ ഉള്ളൂ. അത് സമുദായ സംഘടനാ നേതാക്കന്മാർ നമ്മളെ എതിർത്താലും നമ്മളെ നിലപാടിൽ മാറ്റമില്ല. അവരുടെ ഒരു പ്രശ്നം, അവർക്കൊരു ഗ്രീവൻസ് ഉണ്ടാകുമ്പോൾ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഇവിടെ മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാകുമ്പോൾ നമ്മളുണ്ട് കൂടെ. വോട്ടുമല്ലേ കിട്ടിക്കോളും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു സമുദായ നേതാവ് 3ാം വട്ടം മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്നു, നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈഴവ സമുദായത്തിൽ നിന്നുള്ള സർജാണ്, നമുക്ക് അനുകൂലമായിട്ടുള്ള പിന്തുണയാണ്. ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങളെ ഒന്നും BJP മുഖവിലേക്ക് എടുക്കുന്നില്ല. BJP സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ എല്ലാ പ്രശ്നങ്ങളെയും സമീപിച്ച് എല്ലാവരെയും കണ്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. കമ്മ്യൂണിസ്റ്റുകാർ പറയും പോലെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കുന്നത് അവർ പറയും. ചിലപ്പോൾ നമ്മൾ എത്ര പേരെ വിമർശിക്കുന്നുണ്ട്, അവർക്ക് നമ്മളെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? നമ്മളെല്ലാവരും വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും, സമുദായ സംഘടനകളെ വിമർശിക്കും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു വിമർശനം പറയുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് സമയം കഴിയാറാവുന്നു. അങ്ങനെന്തൊരു പോകേണ്ട ആവശ്യമുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റ് നിങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ തമ്മിൽ അത് ആദ്യകാലത്ത് മറാഠിയുടെ പ്രസ് റിലീസ് ചെയ്തതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ തമ്മിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അപാരമായ ഒരു യുക്തിബോധമുണ്ട്, കഴിവുണ്ട്. അതുപോലെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് ശരിക്കും എന്തായാലും. സത്യത്തിൽ ഞാനൊരു പത്രക്കാരനാവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു പത്രക്കാരനായാലേ. എനിക്കൊരു കാര്യം എവിടെയെങ്കിലും നടന്നാൽ അത് അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ റൂട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇൻബോൺ സാധനമുണ്ട്. അത് വലിയ പത്രക്കാർക്ക് ഉണ്ടാകുന്നൊരു കഴിവുണ്ടല്ലോ. ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു ഉദാഹരണം ഞാൻ പറയും. രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞല്ലോ, ഒരു വ്യവസായി ഒരു സംഭവം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് ഇത് പോയത്,
അതുവരെ സത്യം പറയാമല്ലോ, ഈ സോണിയാഗാന്ധിയുടെ സന്ദർശനം ഞാൻ വെറും ഒരു സെൽഫി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. സത്യം. അതായത് ഇതിങ്ങനെ ഒരു ആൻറ്റിക് ബിസിനസ്സിലേക്കാണ് പോയത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത്. കാരണം അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബങ്ങൾക്ക് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. കാരണം CBI ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു 2013. അതായത് ഇവർക്ക് ഈ ബിസിനസ്സാണ്. അപ്പോൾ ഈ പോറ്റി ഇത് ശബരിമല എല്ലാം അടിച്ചെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം മാർക്കറ്റ് കണ്ടെത്തിയിട്ടാണ് വന്നത് കച്ചവടക്കാരൻ. അപ്പോൾ അത് അന്വേഷിച്ച് പോകുമ്പോൾ റൂട്ട് കറക്റ്റാണ്. അതുകൊണ്ടല്ലേ ഇത്ര ആധികാരികമായിട്ട് നമ്മൾ പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത്, തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന് ഇവിടുത്തെ ഒരു പത്രമാധ്യമവും കേരളത്തിലെ ഒരു മീഡിയയും ആ സ്വർണം വിട്ട് കിട്ടാൻ CMൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിച്ചതെന്ന് അവർ എഴുതിയിട്ടില്ല. അറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആരും 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു സ്വർണം വിട്ട് കിട്ടാൻ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ കാരണം? എനിക്ക് കസ്റ്റംസിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധം വെച്ച് ഞാൻ മെല്ലെ എന്താണ് ഇതിന്, നമ്മൾ ഈ TV-യിൽ ഏഷ്യാനെറ്റിൽ വാർത്ത കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. പക്ഷെ ആ നിമിഷം ഞാൻ ഇതെന്താണ് സംഭവിച്ചതെന്നറിയാം. അങ്ങനെ വിളിച്ചു പോയി. 2-ാമത്തെ ദിവസം എനിക്ക് കസ്റ്റംസിൽ തന്നെയുള്ള ഒരു റിട്ടയർഡ് ആളെ കിട്ടി. അയാൾ ഞാൻ സംസാരിച്ചു. 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് വിവരം കിട്ടി ഇത് CMൻ്റെ ഓഫീസിൽ നിന്നാണ്. അതുവരെ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല ഒരു മാധ്യമത്തിലുണ്ട്. ഇനി ഇത് നിങ്ങൾ ഫയലുകൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും ഫയൽ, അതുവരെ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ വിവരം നമ്മൾ പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് പ്രകോപിതനായി. ഞാൻ പറഞ്ഞ നമ്മളെല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പത്രങ്ങൾ വായിക്കുക, മാധ്യമങ്ങൾ കാണുക, ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്താണ്, ഇത് പരിശോധിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു രീതിയാണ്. പക്ഷേ അങ്ങനെ അന്വേഷിച്ചതും അതുപോലെ രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചതുമായ ധാരാളം പ്രശ്നങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അങ്ങയുടെ ഭാഗം ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ലോജിക്കൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവണ്ടേ? അല്ല, ലോജിക്കൽ കൺക്ലൂഷൻ എല്ലാ കേസിലും എത്തില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തന്നെ പിണറായി വിജയൻ 6-ാമത്തെ 7-ാമത്തെ കണ്ണിയായിരിക്കും. ഓക്കെ, അതിനിടയിലുള്ള കണ്ണികളുണ്ടല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് UAE കോൺസുലേറ്റിൽ നിന്ന് വന്ന ഒരു സാധനമാണ്. ഇവിടെ ഏറ്റുവാങ്ങിയത് ഇവിടുത്തെ ഒരു ജീവനക്കാരിക്ക് വേണ്ടിയാണ് അയച്ചത്. പക്ഷെ ശിവശങ്കരൻ ഇതിനകത്ത് കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ഗവൺമെൻറ്റിനേക്കുള്ള, അത് പിണറായി വിജയനെ നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അല്ല, നമ്മൾ ആളുകളെ ഒന്നും രാഷ്ട്രീയക്കാരെ വിമർശിക്കും, UDF പറയുന്ന പോലെയല്ല, വേറെ മാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം, അല്ലെങ്കിൽ ഒരു കാലത്തും CPMൻ്റെ ഈ തുടർച്ചയായി നടന്നു വരുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പുറത്തു വരില്ലായിരുന്നു. ശിവശങ്കരൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, അതായത് CMൻ്റെ ഓഫീസ് ഇതിലിടപെട്ടു എന്ന് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരു സാധാരണ കള്ളക്കടത്ത് കേസായിട്ട് അവസാനിച്ചു പോയേനെ. ഇപ്പം അത്ര ആയില്ലല്ലോ. അദ്ദേഹം 1.5 കൊല്ലം ജയിലിൽ കിടന്നല്ലോ. മാത്രമല്ല ബാക്കി വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ഇപ്പോഴും നടക്കുന്നതില്ലേ. എന്തായാലും ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷത്തിൽ BJPയുടെ ഒരു വൻ വിജയത്തിൽ അതിൻ്റെ ഒരു മുഖ്യ പങ്കാളിയായി അതിൻ്റെ മുഖ്യ നേതൃസ്ഥാനത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം, വീണ്ടും കാണാം. താങ്ക് യു.